Golden Gate by Alistair MacLean. വൈകുന്നേരം കൃത്യം 7:30 മണിയായപ്പോൾ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ സൗത്ത് എൻട്രൻസിൽ കാറ്ററിംഗ് വാൻ എത്തി. ബ്രാൻസന്റെ അനുയായികൾ ചെന്നു. താനെല്ലാം വിശദമായി പരിശോധിച്ചു. അതിൻ്റെ അകത്ത് ആയുധങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ടോ, ആയുധധാരികളായ സെക്യൂരിറ്റി ജീവനക്കാരുണ്ടോ എന്നെല്ലാം പരിശോധിച്ചു. ഒരു കുഴപ്പമില്ല. ഞാൻ അവരകത്തേക്ക് കിടത്തി വിട്ടു. ബ്രാൻസന്റെ ബസ്സിൻ്റെ ഏതാനും മീറ്ററുകൾക്കപ്പുറം അത് നിർത്തി. ഈ വാൻ വരുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് രണ്ടുപേര് അവിടെ പ്രത്യേകം ഇരിപ്പുണ്ട്, റോബ്സനും ഡോക്ടർ ഓഹെയറും. ഡോക്ടർ ഓഹെയർ പുറത്തിറങ്ങി ഏപ്രിൽ വെനസ്ഡേ വിളിച്ച് ആംബുലൻസിൻ്റെ അടുത്തേക്ക് പോയി. റോബ്സൺ അദ്ദേഹം ഇരുന്ന കസേരയിൽ ഒന്ന് ഉറക്കം നടിച്ചങ്ങനെ ഇരുന്നു. ബ്രാൻസൺ ചെന്ന് റോബ്സന്റെ തോളത്ത് തട്ടി വിളിച്ചു, ചൈനയ്ക്ക് പോകാനിരുന്ന പ്രിയ സുഹൃത്തെ, ഭക്ഷണം എത്തിയിട്ടുണ്ട്. റോബ്സൺ എല്ലാം എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, ഭക്ഷണം മാത്രമല്ല, വൈനൊന്നുമില്ലേ? ഉണ്ടാവും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവർ രണ്ടാളൂടി വാനിൻ്റെ അടുത്തേക്ക് നടന്നു. ബ്രാൻസൺ പറഞ്ഞു, താങ്കൾ വെറും ഒരു ക്യാമറാമാനാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. റോബ്സൺ തിരിച്ചടിച്ചു, താങ്കൾ ഇത്ര വലിയ ലെവലിൽ കിഡ്നാപ്പ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരൊന്ന് ചിരിച്ചു. വാനിൻ്റെ അടുത്തെത്തി. അതിൻ്റെ ഡ്രൈവർ കം സപ്ലയർ കൗണ്ടറിൽ നിൽപ്പുണ്ട്. ബ്രാൻസൺ ചോദിച്ചു, പേരെന്താ? ടോണി. ആ മിസ്റ്റർ ടോണി, വൈനുണ്ടോ? 6 ബ്രാൻഡ് ഉണ്ട് സാർ. 3 ബ്രാൻഡ് റെഡ് വൈനും 3 ബ്രാൻഡ് വൈറ്റ് വൈനും. ശരി, എല്ലാത്തിനും കുറേശ്ശെ എടുത്ത് എൻ്റെ സുഹൃത്തിന് കൊടുക്കൂ. അദ്ദേഹം വൈൻ ടേസ്റ്റ് ചെയ്യുന്നതിൽ എക്സ്പെർട്ടാണ്. ഉദ്ദേശം വേറെയാണ്. വൈനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ് റോബ്സണിൽ കാണണം. റോബ്സൺ ചോദിച്ചു, അപ്പം ഞാനൊരു ഗിനി പിഗ് ആവുകയാണ് അല്ലേ? ബ്രാൻസൺ പറഞ്ഞു, തൽക്കാലം വേറെ വഴിയില്ല. അപ്പോഴേക്കും ടോണി 6 കുപ്പി വൈനും 6 ഗ്ലാസും അവിടെ ഇങ്ങനെ നിരത്തി വെച്ചു. റോബ്സൺ പറഞ്ഞു, ഓരോന്നൊന്നും 1/4 ഗ്ലാസ് ഒഴിച്ചാൽ മതി. എനിക്ക് ബ്രിഡ്ജിൽ നിന്ന് പുഴയിലേക്ക് വീഴാൻ തീരെ താല്പര്യമില്ല. പിന്നെ ബ്രെഡും ഇത്തിരി ഉപ്പും വേണം, ടച്ചിങ്സ്. അദ്ദേഹം 6 1/4 ഗ്ലാസ് വൈനുകൾ കഴിച്ചു. ബ്രാൻസൺ അദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ബ്രാൻസന് മനസ്സിലായി വൈനിന് കുഴപ്പമൊന്നുമില്ല. ബ്രാൻസൺ ചോദിച്ചു, എങ്ങനെയുണ്ട് സുഹൃത്തെ? റോബ്സൺ പറഞ്ഞു, ഇത്രയും നല്ല വൈന് ഫ്രാൻസിൽ നിന്ന് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. കാലിഫോർണിയയിൽ ഇത്ര നല്ല വൈനുണ്ടെന്ന് ഇന്നാണ് മനസ്സിലാവുന്നത്. ബ്രാൻസൺ പറഞ്ഞ്, പ്രസിഡൻഷ്യൽ പാർട്ടിക്കുള്ള സ്പെഷ്യൽ വൈൻ, സാധാരണക്കാർക്ക് കിട്ടുന്ന സാധനമല്ല. ബ്രാൻസൺ ടോണിയെ നോക്കി പറഞ്ഞു, ആ മിസ്റ്റർ ടോണി, ഇനി ഫുഡൊക്കെ സെർവ് ചെയ്യാൻ തുടങ്ങിക്കോ. വൈന് വേണ്ടവർക്ക് വൈന് കൊടുക്കണം. ആർക്കും ഒന്നിനും ഒരു കുറവും വരുത്തരുത്. ഒക്കെ ഗവൺമെൻറ് ചിലവാണല്ലോ, ഇയാൾക്ക് എന്താ പറഞ്ഞാൽ മതിയല്ല. ഓൾറെഡി ഒരു സെർവിങ് കഴിഞ്ഞു സാർ. അതാർക്കാ? അത് എനർജി സെക്രട്ടറി ആണെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ എനർജി ആവശ്യമുണ്ട് എന്നൊരു തമാശയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ ഒരു ട്രേ ഫുഡും എടുത്തുകൊണ്ട് ഓടി. റോബ്സണും ബ്രാൻസനും പ്രസിഡന്റ് നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ അവർ കാണുന്നത് അവർ നിൽക്കുന്നതിൻ്റെ ലേശം പുറകിലായിട്ട് ഒരാൾ വഴിയിൽ വീണ് കിടക്കുന്നു. പ്രസിഡന്റും മറ്റുള്ളവരും പരസ്പരം നോക്കി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ വീണ ആൾ അവർ ശ്രദ്ധിക്കുന്നില്ല. റോബ്സണും ബ്രാൻസനും ആ വീണ് കിടക്കുന്ന ആളുടെ അടുത്തേക്ക് ഓടി. അത് ഈ പറഞ്ഞ എനർജി സെക്രട്ടറി ഹാൻസൺ ആയിരുന്നു. റോബ്സൺ പറഞ്ഞു, ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം. അവിടെ ഇരുന്ന് ഹാൻസനെ പരിശോധിച്ചു. ബ്രാൻസൺ ചോദിച്ചു, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ? ഡോക്ടർ പറഞ്ഞു, അയാൾ മരിച്ചു കഴിഞ്ഞു. ബ്രാൻസൺ ഒന്ന് ഞെട്ടി, മരിക്കേ? അതിനും മാത്രം
എന്തപ്പം ഉണ്ടായത്? ഈ ഭക്ഷണം കഴിച്ചതോ? അപ്പോൾ ഈ ഭക്ഷണത്തിന് എന്തോ കുഴപ്പമുണ്ടല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉണ്ടാവാം, ഞാൻ ഫുഡ് പോയ്സൻ്റെ കാര്യത്തിൽ സ്പെഷ്യലിസ്റ്റ് അല്ല, അതുകൊണ്ട് എനിക്കതൊന്നും പറയാൻ പറ്റില്ല. ബ്രാൻസൺ ഓടി പ്രസിഡൻറ്റിൻ്റെ ബസ്സിൽ കയറി ഫോൺ എടുത്തു, പോലീസ് ചീഫ് ഹെൻഡ്രിക്സിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളപ്പോൾ എന്നെയും ആൾക്കാരെയും കൊല്ലാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഹെൻഡ്രിക്സ് ചോദിച്ചു, എന്താ? ഇവിടെ ഫുഡ് പോയ്സൺ സിംറ്റംസ് ഉണ്ട്, പക്ഷേ ആദ്യം മരിച്ചത് നിങ്ങളുടെ എനർജി സെക്രട്ടറി തന്നെയായിരുന്നു. ഭാഗ്യവശാൽ ഞങ്ങളാരും ഫുഡ് ഇത്ര നേരം കഴിച്ചിട്ടില്ല. ഹെൻഡ്രിക്സ് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നുമില്ലാതെ പറഞ്ഞു, എനിക്കറിയില്ല, ഞാനല്ല ഫുഡ് ഉണ്ടാക്കിയത്. നിങ്ങളെപ്പോഴും ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ സംശയം പറഞ്ഞുകൊണ്ടിരിക്കലാണല്ലോ. ഞാൻ ഈ ഫുഡ് പോയ്സൻ്റെ 2 എക്സ്പെർട്ട് ഡോക്ടേഴ്സ് ഉണ്ട്, അവരെ അങ്ങോട്ട് അയക്കാം. റാൻസം പറഞ്ഞു, അത് പോരാ, നിങ്ങളും വൈസ് പ്രസിഡൻറ്റും ഇവിടെ വരണം. ശരി, വരാം. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് കാറിൽ പോലീസ് ചീഫും വൈസ് പ്രസിഡൻറ്റും 2 ഡോക്ടർമാരും അവിടെ എത്തി. അവർ ആ വാനിലുള്ള ഓരോ പാഴ്സൽ ട്രേയും എടുത്ത് പരിശോധിച്ചു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു, ഇതിൽ 12 ട്രേയിൽ ഫുഡ് പോയ്സൻ്റെ ലക്ഷണമുണ്ട്. അത് പോലീസ് ചീഫ് നേരത്തെ അവർക്ക് കൊടുത്ത നിർദ്ദേശമാണ്. മാത്രമല്ല, ഈ ഒരു ക്രൈസിസിൽ എല്ലാവരും സ്വന്തം ജീവൻ പോലും വില കൽപ്പിക്കാതെ പ്രസിഡന്റിന്റെ രക്ഷയ്ക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രാൻസൺ ചോദിച്ചു, 12 ഉള്ളോ? 17 ഇല്ലേ? ഇല്ല, 12 മാത്രമേ ഉള്ളൂ. ബ്രാൻസൺ വീണ്ടും ഇങ്ങനെ ചുറ്റും നോക്കി. എനിക്ക് പല സംശയങ്ങൾ തോന്നുന്നുണ്ട്. ഈ സമയത്തിനുള്ളിൽ പുറത്തു പോയ 2 ആൾക്കാരുണ്ട്, ഡോക്ടറും ഏപ്രിൽ വെനസ്ഡേയും. ഒന്നുകിൽ ഇത് അവരുടെ പ്ലാനിങ് ആയിരിക്കാം. പിന്നെ എനിക്ക് നേരത്തെ സംശയമുള്ള ഒരാളുണ്ട്, അത് വേറെ ആരുമല്ല, റഫ്സനാണ്. റഫ്സൻ ചോദിച്ചു, നിങ്ങൾക്ക് സംശയം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ മിസ്റ്റർ ബ്രാൻസൺ? ആ സമയമാകുമ്പോഴേക്കും വാനിഫാൻ അവിടെ എത്തിയിരുന്നു. വാനിഫാനെ ഒന്ന് വിളിച്ച് മാറ്റി നിർത്തി ബ്രാൻസൺ ചോദിച്ചു, താങ്കൾ ഇന്ന് ഉച്ചയ്ക്ക് റഫ്സൻ്റെ ക്യാമറ അഴിച്ച് പരിശോധിച്ചോ? പരിശോധിച്ചു. കുഴപ്പങ്ങളൊന്നും കണ്ടില്ല, ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യും, റഫ്സൻ്റെ ദേഹപരിശോധന നടത്ത്. അങ്ങനെ റഫ്സൻ്റെ ദേഹപരിശോധന എല്ലാം വാനിഫാൻ നടത്തി. ആയുധങ്ങളുണ്ടോ എന്ന് നേരത്തെ പരിശോധിച്ചിരുന്നതാണ്, ബസ്സിൻ്റെ അകത്ത് മയങ്ങിയിരിക്കുമ്പോൾ തന്നെ. ഇപ്പോൾ പോക്കറ്റിലുള്ള എല്ലാ പേപ്പേഴ്സും എടുത്തു, പേഴ്സും എടുത്തു, അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തു. റാൻസൺ ചോദിച്ചു, അയാളുടെ പാസ്പോർട്ട് ഉണ്ടായില്ലേ? ഉണ്ട്. ഇയാൾ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് എന്ന് നോക്കണം. വാനിഫാൻ നോക്കിയിട്ട് പറഞ്ഞു, ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ബ്രിട്ടനിൽ പോകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ മലേഷ്യ, ചൈന, സിംഗപ്പൂർ, അങ്ങനെ പല ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ഇദ്ദേഹം പോകുന്നുണ്ട്. അതിൻ്റെ എല്ലാം സീൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഫ്രാൻസ് ആലോചിക്കണം, റഫ്സൻ പറഞ്ഞ ആ ഒരു കാര്യം കറക്റ്റാണ്. ലണ്ടൻ ടൈംസിൽ ഒരു ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്, അത് കറക്റ്റാണ്. വീണ്ടും റഫ്സൻ ചോദിച്ചു, പിന്നെന്തൊക്കെയുണ്ട്? ഒരു എയർ ടിക്കറ്റ് ഉണ്ട്. ചൈനയ്ക്കാണോ? അതെ. ഇന്ന് രാത്രി? അതെ. അവിടെയും റഫ്സൻ പറഞ്ഞ ആ ഒരു കാര്യം കൃത്യമാണെന്ന് ബ്രാൻസന് മനസ്സിലാവുന്നുണ്ട്. എന്നാലും സംശയം കൊണ്ട് തീരുന്നില്ല. ഇയാളുടെ ക്യാമറ മൊത്തം അഴിച്ചു പരിശോധിക്കണം. അപ്പോൾ വാനിഫാൻ പറഞ്ഞു, അഴിച്ചു പരിശോധിക്കാൻ എളുപ്പമാണ്, തിരിച്ചത് ഫിറ്റ് ചെയ്യാനാണ് പണി. ക്രൈസ്ലറെ വിളിക്കും, അവനറിയാം. നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് ക്രൈസ്ലർ വന്നു. ക്രൈസ്ലർ വന്ന സമയത്ത് ആദ്യം ബ്രാൻസൺ പറഞ്ഞതാണ്, ക്രൈസ്ലർ, ഇയാൾ ലണ്ടൻ ടൈംസിൻ്റെ ഒരു ഫ്രീലാൻസറാണെന്നാണ് പറയുന്നത്. അത് ആദ്യം കൃത്യമായിട്ട് അവിടുത്തെ ഓഫീസിൽ വിളിച്ച് അന്വേഷിക്കണം. ക്രൈസ്ലർ നേരെ നമ്മുടെ പ്രസിഡന്റിൻ്റെ ബസ്സിൻ്റെ അകത്തേക്ക് കയറി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, ആ കാര്യം സത്യമാണ്. ഇത്ര പെട്ടെന്ന് മനസ്സിലായോ? അത് പ്രസിഡന്റ് ബസ്സിൽ ലണ്ടനിലേക്ക് ഒരു സ്പീഡ് ഡയൽ സിസ്റ്റം ഉണ്ട്. നമ്മൾ നേരത്തെ
മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ലണ്ടനിലേക്കും മോസ്കോയിലേക്കും US-ൻ്റെ അകത്തുള്ളത് കൂടാതെ ലണ്ടനിലേക്കും മോസ്കോയിലേക്കും ഓരോ സ്പീഡ് ഡയൽ സിസ്റ്റമുണ്ട്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ റഫ്സൻ അവരുടെ ഫ്രീലാൻസറാണെന്ന് അവരുടെ ഓഫീസിൽ നിന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇയാളുടെ ക്യാമറ മൊത്തം അഴിച്ച് പരിശോധിക്കണം. ക്രൈസ്ലർ കൈ നീട്ടി റഫ്സൻ ക്യാമറ കൊടുക്കുമ്പോൾ ഒരു ചിരിയോടെ പറഞ്ഞു, സൂക്ഷിച്ചഴിക്കണം, ചിലപ്പോൾ അതിൻ്റെ അകത്തുള്ള ബോംബ് പൊട്ടി താങ്കൾക്ക് പരിക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. ക്രൈസ്ലർ ക്യാമറയും കൊണ്ട് ബ്രാൻസന്റെ ബസ്സിലേക്ക് പോയി. ആ സമയത്ത് ബ്രാൻസൺ ആംബുലൻസിൻ്റെയും ബ്രാൻസന്റെ ബസ്സിൻ്റെയും ഇടയിൽ മെഷീൻ ഗണ്ണും പിടിച്ചുകൊണ്ടിരുന്ന അയാളുടെ അനുയായിയെ വിളിച്ചു, കൈലോക്ക് വന്നു. താങ്കൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ റഫ്സനെ ശ്രദ്ധിച്ചിരുന്നു. അയാൾ ആരടുത്തൊക്കെയാണ് കൂടുതൽ നേരം സംസാരിച്ചിരുന്നത്? ഒന്ന് ഡോക്ടർ, പിന്നൊന്ന് ഏപ്രിൽ വെനസ്ഡേ. ബ്രാൻസൺ പറഞ്ഞു, ഏപ്രിൽ വെനസ്ഡേ വിളിക്ക്. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ വിളിക്കാൻ പറ്റില്ല. ബ്രാൻസൺ ഡോക്ടർ എന്നിങ്ങനെ രൂക്ഷമായി നോക്കിയിട്ട് ചോദിച്ചു, ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ എല്ലാം അധികാരി ഞാനാണെന്നറിയില്ലേ? ഡോക്ടർ വളരെ കൂളായിട്ട് പറഞ്ഞു, എൻ്റെ ചികിത്സയിലുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ അധികാരി ഞാനാണ്. ബ്രാൻസൺ ചോദിച്ചു, ചികിത്സയിലുള്ള ആളോട് സംസാരിക്കാൻ പാടില്ല എന്നുണ്ടോ? ഞാൻ സെഡേറ്റീവ് കൊടുത്ത് മയക്കി കിടത്തിയിരിക്കുകയാണ്. ഉടനെ വീണ്ടും കൈലോക്കിൻ്റെ അടുത്ത് പറഞ്ഞു, ആ ആംബുലൻസിൽ പോയിട്ട് കറക്റ്റാണോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാ, മയക്കൊന്ന് അടിച്ചു കിടക്കണോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യണം. കൈലോക്ക് പോയി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സത്യമായിട്ടും അവൾ മയങ്ങി കിടക്കുകയാണ്. ഞാൻ അവളുടെ വാരിയലിൻ്റെ ഭാഗത്ത് ഒരു കുത്തി നോക്കി. ആരാണെങ്കിലും ഒന്നും ഞെട്ടേണ്ടതാണ് ബോധത്തോടെ ആണെങ്കിൽ, പക്ഷേ അവൾക്ക് അനക്കമില്ല. പെട്ടെന്ന് ബ്രാൻസൺ പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യണം, കൂടുതൽ ട്രയൽ ഫുഡ് പോയ്സൺ ഉണ്ടായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ റഫ്സനെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത്. ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. എന്തെങ്കിലും കുഴപ്പം കണ്ടാൽ റഫ്സനും ഇതേപോലെ മരിച്ചു വീഴും. 12 ട്രേ സ്പെഷ്യലിസ്റ്റുകൾ മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത്. അങ്ങനെ ടോണിയുടെ അടുത്ത് പറഞ്ഞു, ആ മറ്റേ ഡോക്ടേഴ്സ് മാറ്റി വെച്ച ഒഴിച്ചുള്ള കുറേ ഫുഡ് ട്രേ എടുത്തോട് വെച്ചു. റഫ്സൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം. റഫ്സൻ ആദ്യം ഒരു ട്രേ എടുക്കുമ്പോൾ അദ്ദേഹം നോക്കുന്നതിൻ്റെ അടിയിൽ അടയാളം ഉണ്ടോയെന്നാണ് മെയിനായിട്ട് നോക്കുന്നത്. ഫുഡ് പോയ്സൺ ഉള്ളതിനെല്ലാം അടിയിൽ ഒരു അടയാളം ഉണ്ട്. കുഴപ്പമില്ല, അദ്ദേഹം അതിന് കുറച്ച് ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചു. വീണ്ടും അടുത്തൊരു ട്രേ അതൊന്നും കുറച്ച് കഴിച്ചു. മൂന്നാമത്തെ ട്രേ എടുത്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അത് കുഴപ്പമുള്ളതാണ്, അടിയിൽ അടയാളമുണ്ട്. റഫ്സൻ അതിന്നൊരു പീസ് എടുത്ത് വായിലിട്ടു, ഒന്ന് ചവച്ചു, പെട്ടെന്ന് അങ്ങ് തുപ്പി. എല്ലാവരും റഫ്സനെ ഇങ്ങനെ നോക്കുകയാണ്. റഫ്സൻ പറഞ്ഞു, ഈ ഫുഡ് കേട് വന്നിട്ടുണ്ട്. ഉടനെ ബ്രാൻസൺ ഡോക്ടറെ ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞു 12 കുഴപ്പമുള്ളൂ, ബാക്കിയൊന്നും കുഴപ്പമില്ലാന്ന്? ഡോക്ടർ പറഞ്ഞു, കേട് വന്ന് തുടങ്ങിയതാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ മണപ്പിച്ച് നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല, ലാബിൽ കൊടുത്താലേ കൃത്യമായിട്ട് അറിയുള്ളൂ. അപ്പം അങ്ങനെയുള്ളത് ചാൻസ് ഉണ്ട്. പിന്നെ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു സ്മെല്ല് വ്യത്യാസം ഉണ്ടാവുള്ളൂ, അത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റിയെന്ന് വരില്ല. തിരിഞ്ഞ് അദ്ദേഹം റഫ്സനെ നോക്കി ചോദിച്ചു, താങ്കൾ സ്മോക്ക് ചെയ്യോ? വല്ലപ്പോഴും. ഡ്രിങ്ക്സ് വല്ല മരണ വീട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങൾക്കോ മാത്രം. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. പതിവായിട്ട് സ്മോക്ക് ചെയ്യുന്നവർക്കും ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നവർക്കും സ്മെല്ല് കാര്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. റഫ്സൻ അങ്ങനെ അല്ലാത്ത ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് സ്മെല്ല് ക്യാച്ച് ചെയ്യാൻ പറ്റും. ബ്രാൻസൺ പറഞ്ഞു, മിസ്റ്റർ ഹെൻഡ്രിക്സ്, പോലീസ് ചീഫിനോടാണ്, എന്തായാലും ഈ വാനിലെ ഫുഡ് ഇനി ആരും കഴിക്കുന്നില്ല. മറ്റൊരു കാറ്ററിംഗ് വാനിൽ ഫുഡുമായിട്ട് വേഗം ഇവിടെ എത്താനുള്ള ഏർപ്പാട് ചെയ്യണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അതിലും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ഞാൻ റഫ്സനെ കൊണ്ടല്ല കഴിപ്പിക്കാൻ പോകുന്നത്. അതിലെ 3 ട്രേ ഫുഡ് റാൻഡം ആയിട്ട് എടുത്തിട്ട് പ്രസിഡന്റിനും അറേബ്യൻ
കിങ്ങിനും പ്രിൻസിനുമാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പ്രസിഡന്റും ഈ രാജ്യത്തിൻ്റെ അധിതികളായ കിങ്ങും പ്രിൻസും മരിച്ചു പോകും. അതിനനുസരിച്ച് വേണ്ടത് ചെയ്തോളുക. ഹെൻഡ്രിക്സ് പറഞ്ഞു, വേണ്ടത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഫുഡ് പോയ്സൺ പല സ്ഥലത്തും പല സമയത്തും സംഭവിക്കും. ഇതിപ്പോൾ യാദൃശ്യമായിട്ട് ഇവിടെ സംഭവിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഹെൻഡ്രിക്സ് പ്രസിഡന്റ് ബസ്സിൽ കയറി ഫോൺ ചെയ്തു, വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. അരമണിക്കൂറിനകം മറ്റൊരു കാറ്ററിംഗ് വാൻ അവിടെ എത്തി. വീണ്ടും ബ്രാൻസൺ അടുത്ത നിർദ്ദേശം. റബ്സൺ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിസിറ്റി ആണല്ലോ വീക്ക്നെസ്. ബ്രാൻസൺ പറഞ്ഞു, TV വാൻ കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യും. വീണ്ടും രാവിലെയും ഉച്ചയ്ക്കും വന്നിട്ട് പോയ TV വാൻ എത്തി. ലൈവ് ടെലികാസ്റ്റ് തുടങ്ങി. ബ്രാൻസൺ മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഇന്നിവിടെ സംഭവിച്ച കാര്യങ്ങൾ ലോകം അറിയണം. എന്നെയും എൻ്റെ ആൾക്കാരെയും ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊല്ലാൻ തീരുമാനിച്ചു അമേരിക്കൻ ഗവൺമെൻറ്. ഞാൻ കിഡ്നാപ്പറായിരിക്കാം, അത് വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റമല്ല. ബ്രാൻസൺ ആ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ അടുത്തേക്ക് വിളിച്ചു. ഡോക്ടർ, ഈ പോയ്സൺ എന്താണെന്നാണ് അഭിപ്രായം? ഡോക്ടർ പറഞ്ഞു, ബോട്ടിൽനെസ് എന്ന വൈറസ് ആവാനാണ് സാധ്യത. കൃത്യമായിട്ട് അറിയണമെങ്കിൽ ലാബ് പരിശോധനയ്ക്ക് ശേഷമേ പറ്റുള്ളൂ. ഇതെങ്ങനെ ഫുഡിൽ വരും? ഫുഡ് പഴകുമ്പോൾ വരാം. ഇവിടെ പഴകിയിട്ടില്ല, ഫ്രഷ് ഫുഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അത് വരാനുള്ള ചാൻസ് ആരെങ്കിലും ചേർത്തിയതാവാം. അപ്പം ഇതെല്ലാം ലോകം കേൾക്കുകയാണ്. ലൈവ് ടെലികാസ്റ്റാണ് ഇത് മുഴുവൻ. ബ്രാൻസൺ വീണ്ടും പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലായല്ലോ, ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ഒപ്പീനിയനാണ് നമ്മൾ കേട്ടത്. അമേരിക്കൻ ഗവൺമെൻറ് ഗൂഢാലോചന നടത്തി 17 മനുഷ്യരെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. രണ്ടാമത് വന്ന കാറ്ററിംഗ് വാനിൽ നിന്നുള്ള ഭക്ഷണം 3 ട്രേ റാൻഡമായി എടുത്ത് ബ്രാൻസൺ ഒരു അനുയായിയുടെ അടുത്ത് കൊടുത്തു വെച്ചു. ഇത് പ്രസിഡന്റിനും കിങ്ങിനും പ്രിൻസിനും കൊടുക്കുക. അവർ കഴിച്ച് കഴിയുന്നത് വരെ അവർക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്ന് നോക്കുകയും വേണം. അവർ 3 ആളും ബസ്സിൽ കയറി. പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ബാറിൽ നിന്ന് ഒരു ജിന്നും കൂടി കഴിച്ചു. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഏകദേശം ഭക്ഷണമൊക്കെ തീരാറായപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ആൾ പുറത്ത് വന്ന് ബ്രാൻസനോട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ബ്രാൻസൺ അകത്തേക്ക് കയറി ചെന്നു. എങ്ങനെയുണ്ട് മിസ്റ്റർ പ്രസിഡന്റ്, ഭക്ഷണമൊക്കെ കൊള്ളാവോ? പ്രസിഡന്റ് പറഞ്ഞു, സാധാരണ വൈറ്റ് ഹൗസിൽ കിട്ടുന്ന ഭക്ഷണമായിട്ട് ഇതിനൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേറെ വഴിയില്ല, കുഴപ്പമില്ല. കയ്യിൽ കുറച്ച് ആയുധങ്ങളുള്ളതിൻ്റെ അഹന്ത ആംബുലൻസിൽ വെച്ച് റബ്സൺ ഡോക്ടറോട് പറഞ്ഞാണ്, ബ്രാൻസനെയും അനുയായികളെയും കുറിച്ച്. ഡോക്ടർ പറഞ്ഞു, സത്യം. വീണ്ടും റബ്സൺ പറഞ്ഞു, താങ്കളുടെ ഡ്രഗ്സ് ആൻഡ് നാർക്കോട്ടിക്സ് ഹെഡ് ഐസക്സ് സ്വല്പം ഡോസ് കൂട്ടിയെന്ന് തോന്നുന്നു. ഡോക്ടർ പറഞ്ഞു, ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞത്, നിങ്ങൾ ആവശ്യപ്പെടാത്തൊരു സാധനവും കൂടി നിങ്ങളുടെ ചീഫ് സമ്മതിച്ചിട്ടുണ്ട്. അതെന്താ? അത് ഒരു ഫ്ലാഷ് ടോർച്ചാണ്. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ സൈഡ് മുഴുവൻ കവേർഡാണ്. ആ ടോർച്ച് പ്രകാശിപ്പിച്ചാൽ സൈഡിൽ നിൽക്കുന്ന ഒരാൾക്ക് അതിൻ്റെ പ്രകാശം കാണാൻ പറ്റില്ല, നേരെ മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഗോൾഡൻ ഗേറ്റ് റിവറിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് 2 FBI ഏജൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ ഈ ടോർച്ച് ആരും കാണാതെ മോഴ്സ് കോഡ് അനുസരിച്ച് ഫ്ലാഷ് ചെയ്യുക. മോഴ്സ് കോഡ് എനിക്ക് അതിനൊരു ബുക്ക് അദ്ദേഹം തന്നയച്ചിട്ടുണ്ട്. അത് ഒന്ന് വായിച്ച് മനസ്സിലാക്കി മോഴ്സ് കോഡ് അനുസരിച്ച് താങ്കളുടെ മെസ്സേജ് അയക്കാം. മെസ്സേജ് കിട്ടി എന്ന് അറിയിക്കാനായിട്ട് അവർ ചെയ്യുന്നത്, നമുക്ക് ദൂരെ നോക്കിയാൽ കാണാം ചൈന ടൗൺ. അവിടെ നിന്ന് കുറച്ച് റോക്കറ്റ് പോലുള്ള പടക്കങ്ങൾ മുകളിലേക്ക് വരും. പ്രശ്നം ചോദിച്ചു, അതെന്താ അങ്ങനെ?
ഇവിടെ ഒന്നും പടക്കം നിയമപരമായിട്ട് പൊട്ടിക്കാനുള്ള അനുവാദമില്ല. അമേരിക്കയിലാകെ പടക്കം പൊട്ടിക്കാൻ അനുവാദമുള്ളൊരു സ്ഥലം ചൈന ടൗണാണ്. നമ്മുടെ നാട്ടിൽ പണ്ടേ നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ നിന്ന് ആ റോക്കറ്റ് പൊങ്ങുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ മെസ്സേജ് അവർ കറക്റ്റായിട്ട് റിസീവ് ചെയ്തു എന്ന് മനസ്സിലാക്കാം. ഹാഗൻബേക്കും നേവി ചീഫ് ന്യൂസനും US മിലിറ്ററി ഡെപ്യൂട്ടി ചീഫ് കാർട്ടറും തമ്മിൽ സംസാരിക്കുകയാണ്. ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഒരു TV കൂടെ കാണുകയാണ്. സാധനങ്ങൾ മാത്രമേ അമ്മയുടെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ബാക്കി കുറേ പ്ലാനുകൾ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് ഐഡിയ ഇല്ല, എക്സ്പെർട്ട് ഒപ്പീനിയൻ തേടണമെന്ന് പറഞ്ഞു. എക്സ്പെർട്ട് ഒപ്പീനിയൻ തേടി വേണ്ട ചെയ്താരാ? നമ്മളാണ്. അപ്പോൾ ഉത്തരവാദികൾ റഫ്സനല്ല, നമ്മളാണ്.